എമ്പുരാനെ പറ്റി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യേണ്ടി വരിക, അത് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചു നാൾ ഇത് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഞാൻ അല്പം മുമ്പ് ഒരു വീഡിയോ ഇട്ടുള്ളൂ, 30 കോടി കടന്നു എന്നുള്ള വീഡിയോ. ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് കേരളത്തിലത് 10 കോടിയോളം അടുക്കുന്നു എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് 10 കോടി കേരളത്തിൽ പ്രീ ഫെയിൽ കളക്ഷൻ കടക്കും എന്ന് തന്നെയാണ് ഇന്ന് അറിയാൻ പറ്റുന്നത്. അതുപോലെ യു കെയിൽ നിന്ന് അപ്രത്യക്ഷമായൊരു വാർത്ത വരുന്നുണ്ട്. യു കെയിലെ 300 സ്ക്രീനിൽ 800 ഷോ നടക്കുന്നു. അത് 20,000 ടിക്കറ്റ് 24 മണിക്കൂർ കൊണ്ട് വിറ്റു എന്ന് പറയുന്നു. അത് അവിടുത്തെ ഏറ്റവും വലിയ ചരിത്രമായി മാറി എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. അങ്ങനെ പല റിപ്പോർട്ടുകളുമായിട്ട് ഇങ്ങനെ എമ്പുരാൻ വിലസുകയാണ്. യു കെയിലും അതുപോലെ കാനഡയിലും ഒക്കെ തന്നെ വൻ തരംഗമാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നു. ഓസ്ട്രേലിയയിലെ കാര്യം ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നു, പോളണ്ടിൻ്റെ കാര്യം പറയുന്നു. അങ്ങനെ രാജ്യങ്ങൾ മൊത്തം എമ്പുരാൻ ഇങ്ങനെ കത്തിക്കയറുകയാണ്. ഇതിനിടയിൽ കർണാടകത്തിൽ നിന്ന് 191 ഷോ ഫുള്ളായിട്ട് കർണാടകത്തിൽ മാറി എന്ന് പറയുന്നു. ബാംഗ്ലൂരിലെ തിയേറ്ററുകളുടെ എണ്ണം കൂട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു തരംഗമായിട്ട് ബാംഗ്ലൂർ പട്ടണത്തിൽ ആഞ്ഞടിക്കുന്നു എന്ന് തന്നെയാണ് എമ്പുരാനെ പറ്റി പറയുന്നത്. അതിനിടയിൽ ബാംഗ്ലൂരിലെ ഒരു കോളേജിന് എമ്പുരാൻ കാണാൻ വേണ്ടി അവധി കൊടുത്തു എന്നുള്ള വാർത്ത ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭയങ്കര തരംഗമായി ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ലോകമെമ്പാടും എമ്പുരാൻ ആഞ്ഞടിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഇതുപോലൊരു തരംഗം നമ്മൾ പ്രതീക്ഷിച്ചേയില്ല. അതുക്കും മേലെ എന്നൊക്കെ പറയും. മോഹൻലാലിൻ്റെ ചിത്രം വിജയിക്കണമെന്നും മലയാള സിനിമ വിജയിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊരു തരംഗം ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ആ മാതിരി ഒരു എന്താ പറയുന്നത്, കത്തിക്കയറലാണ് എമ്പുരാൻ നടത്തുന്നത് എന്ന് ഉറപ്പായിട്ട് പറയാം. എമ്പുരാൻ്റെ കളക്ഷൻ എത്രയ്ക്ക് പോകുമെന്ന് മാത്രമേ ഇനിയും അറിയാനുള്ളൂ. ഏതായാലും നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ അവിടെ കൊണ്ടൊന്നും നിന്നു വരില്ല. എല്ലാം കാത്തിരുന്ന് കാണാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ ബൈ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.